നമസ്കാരം. FTV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ മാനേജറും അസിസ്റ്റന്റ് മാനേജറും അറസ്റ്റിൽ. പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശി ഹരീഷ്, വിളത്തൂർ സ്വദേശി രജീഷ് എന്നിവർ. ഇരുവരും ചേർന്ന് നടത്തിയത് 77 ലക്ഷം രൂപയുടെ തട്ടിപ്പെന്ന് പോലീസ്. കരാർ നിയമനങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഭരണത്തിലേറിയവർ പിൻവാതിൽ നിയമനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി തമ്പി കണ്ണാടൻ. പാലക്കാട് KMNCC ജില്ലാ സമ്മേളനം. ശുചീകരണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരാക്കണമെന്ന് സമ്മേളനം. വനമേഖലയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിന്റെയും മലയിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിലാണ് വരോട് അനങ്ങൻമലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ ക്വാറിയുടെ പ്രവർത്തനത്തിന് വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധന. വാർത്തകൾ വിശദമായി. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ മാനേജറും അസിസ്റ്റന്റ് മാനേജറും അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശി ഹരീഷ്, വിളത്തൂർ സ്വദേശി രജീഷ് എന്നിവരാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. സ്ഥാപനത്തിൽ നിന്നും 77,66,800 രൂപയുടെ തട്ടിപ്പാണ് ഇരുവരും ചേർന്ന് നടത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പട്ടാമ്പിയിലെ തേജസ് സൂര്യനിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇരുവരും പിടിയിലായത്. ഒറ്റപ്പാലം സ്വദേശി പെരുമ്പ്രയൂർ വീട്ടിൽ 33-കാരൻ ഹരീഷ്, വിളത്തൂർ സ്വദേശി മുള്ളന്തൊടി വീട്ടിൽ രജീഷ് എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. 28/1/2023 മുതൽ 14/5/2024 വരെയുള്ള കാലയളവിൽ ഉപഭോക്താക്കൾ പണയം വെച്ച ഗോൾഡ് ലോണുകളിലെ കണക്കുകളിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ 72,11,800 രൂപയും 92.5 ഗ്രാം സ്വർണ്ണ ഉരുപ്പടിയിലെ കണക്കിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ 5,55,000 രൂപയും ഉൾപ്പെടെ ആകെ 76,66,800 രൂപയാണ് ഇരുവരും തട്ടിപ്പ് നടത്തിയത്. സ്ഥാപന അധികാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാനേജറായ ഹരീഷിനെയും അസിസ്റ്റന്റ് മാനേജറായ രജീഷിനെയും പട്ടാമ്പി പോലീസ് SI K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 77,66,800 രൂപ കൈവശപ്പെടുത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതി അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യും. പട്ടാമ്പി ക്രൈം നമ്പർ 565 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവ് ശേഖരണവും നടത്തിയിട്ട് പ്രതികളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിച്ച് ഇനിയും അറസ്റ്റ് നടപടികൾ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പട്ടാമ്പി പോലീസ് സ്വീകരിക്കുന്നു. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുതലമടയിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിൽ കാപ്പ ചുമത്തി നാട് കടത്തിയ പ്രതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സത്യമംഗലത്തിനടുത്ത് വെച്ചാണ് കൊല്ലങ്കോട് പോലീസും ഫ്ലൈയിങ് സ്ക്വാഡും ചേർന്ന് പ്രതികളെ പിടികൂടിയത്. നേരത്തെ കാപ്പ ചുമത്തപ്പെട്ടിട്ടുള്ള മുതലമട പള്ളത്ത് സുബൈർ 35 വയസ്സ്, പള്ളം പൂളക്കാട്ടിൽ അനസ് 27 വയസ്സ്, ചാപ്പമ്പള്ളത്തിൽ ജഹാംഗീർ 48 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ സുബൈർ നിരവധി തവണ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ആളാണ്. സുബൈറിനെതിരെ നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് കൊല്ലങ്കോട് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുതലമട കാമ്പ്രത്ത് ചെള്ള പള്ളം വില്ലേജ് ഓഫീസിന് പിറകിലായി താമസിക്കുന്ന പറമ്പിക്കുളം കുരിയാർകുറ്റിയൂരിലെ രാജന്റെ ഭാര്യ മഞ്ജുളയുടെ 3.25 പവൻ വരുന്ന സ്വർണ്ണമാല പ്രതികൾ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി കവർന്നെടുത്തിരുന്നു. മാല പൊട്ടിക്കുന്നതിനിടെ ഉണർന്ന മഞ്ജുളയും ഭർത്താവും പ്രതികളെ കണ്ട് ബഹളം വെച്ചതിനെ തുടർന്ന് പുറത്തു നിർത്തിയിട്ടിരുന്ന കാറിൽ 3 അംഗ സംഘം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നന്ദിയോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് കൂടിയായ മഞ്ജുളയുടെ പരാതിയിൽ കൊല്ലങ്കോട് ASP സുജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ സത്യമംഗലത്തിനടുത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കൊല്ലങ്കോട് എത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് ടീമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ്, സിവിൽ പോലീസ് ഓഫീസർ അബ്ദുള്ള, കൊല്ലങ്കോട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ P രാജേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പാമ്പിനെ കൊന്നു കറിവെച്ച തളിയക്കോണം സ്വദേശി അറസ്റ്റിൽ. തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പലക്കാട്ടിൽ 42 വയസ്സുള്ള രാജേഷിനെയാണ് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ പിടികൂടിയത്. പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. പാലപ്പള്ളി റേഞ്ച് ഓഫീസർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്.
പ്രതി ആ സമയത്ത് വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് 40-ാം വാർഡ് മെമ്പർ TK ജയാനന്ദനെ സ്ഥലത്ത് വിളിച്ചു വരുത്തി മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തിയിരുന്നു. മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോലാബിലേക്ക് അയച്ചിട്ടുണ്ട്. തളിയേക്കോണം പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ പിടികൂടിയതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് കരാർ നിയമനങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഭരണത്തിലേറിയവർ പിൻവാതിൽ നിയമനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി തമ്പി കണ്ണാടൻ പാലക്കാട് KM&CCEC ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് ഒഴിവുകളാണ് ശുചീകരണ മേഖലയിലുള്ളത്. നിരവധി വിനോദയാത്ര നടത്തിയ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ശുചീകരണത്തിലെ വിദേശ മാതൃകകൾ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ലെന്ന് വ്യക്തമാക്കണം. സെക്രട്ടേറിയറ്റിലെയും സർക്കാർ ഓഫീസുകളിലെയും ആക്രി കടത്താൻ പോലും കേരളത്തിൽ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. കരാർവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും പിന്നാലെ പായുന്ന സർക്കാർ ശുചീകരണ തൊഴിലാളികളെ പോലും അവഗണിക്കുകയാണ്. സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിറഞ്ഞ് നിന്നിരുന്ന നമ്മുടെ മാവേലിക്കരയിലെ മുൻ MLA ആണ് ഇതിന്റെ പ്രസിഡന്റ് രമേശ് ഉൾപ്പെടെയുള്ള കരുത്തരായ നേതൃത്വം നിങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, മാന്യമായ വിദ്യാഭ്യാസത്തിന്, താമസത്തിന് യോജിക്കുന്ന വിധത്തിൽ നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ നമ്മളെക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളുടെ നിലവാരത്തിൽ വിലയിട്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും അവർക്കൊപ്പം മനുഷ്യനായി ജീവിക്കുവാനുമുള്ള വേതനം നമുക്കുണ്ടാകുക, നമ്മുടെ ജോലിക്ക് സുരക്ഷിതത്വം ഉണ്ടാകുക, ഇതെല്ലാമാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ശുചീകരണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, ഒഴിവുകൾ നികത്തി ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. KM&CCEC ജില്ലാ പ്രസിഡന്റ് മനോജ് ചിങ്ങന്നൂർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി K. അയ്യപ്പൻ, കൗൺസിലർമാരായ A. കൃഷ്ണൻ, സാജോ ജോൺ, സംഘടനാ ഭാരവാഹികളായ K. മധു, K. കൃഷ്ണകുമാർ, PN രമേശ്, PR സുരേഷ്, NK ജയരാജ്, വേണുഗോപാൽ, സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനങ്ങൻമലയിൽ വരോട് മേഖലയിലെ കോറി പ്രവർത്തനത്തിനെതിരെ സർക്കാരിനെ സമീപിക്കാൻ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധിക്കണമെന്ന് നഗരസഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വനമേഖലയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിന്റെയും മലയിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിലാണ് വരോട് അനങ്ങൻമലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ ക്വാറിയുടെ പ്രവർത്തനത്തിന് വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കാൻ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചത്. CPM കൗൺസിലർ K. അബ്ദുൽ നാസറും BJP കൗൺസിലർ C. സജിത്തുമാണ് വിഷയം കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത്. തുടർന്ന് എല്ലാ കൗൺസിലർമാരും വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. 36 കൗൺസിലർമാരും തീരുമാനത്തെ അനുകൂലിച്ചു. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതും പ്രവർത്തനാനുമതി തേടിയുള്ള കരിങ്കൽ കോറികളുടെ പ്രവർത്തനം ജനജീവിതം ദുസ്സഹമാക്കുന്നതും മറ്റൊരു വയനാട് ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അനങ്ങൻമലയിലും കിത്തിയൻമലയിലും കഴിഞ്ഞ പ്രളയ സമയത്ത് ഉരുൾപൊട്ടലുകൾ സംഭവിക്കുകയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ബാധ്യതപ്പെട്ടവർ കൂടിയാണ് ഒറ്റപ്പാലം നഗരസഭ. ചർച്ചയ്ക്കൊടുവിൽ ക്വാറിയുടെ പ്രവർത്തനം വിവിധ വകുപ്പുകൾ നൽകിയ അനുമതികൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റിനെ സമീപിക്കാൻ തീരുമാനമായി. നേരത്തെയും ക്വാറിക്ക് ലൈസൻസ് നൽകേണ്ടതില്ലെന്ന് കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടായതാണ്. ഇതിനെതിരെ ക്വാറി ഉടമ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചിരുന്നു. ഒറ്റപ്പാലം നഗരസഭ 1-ാം വാർഡിലെയും 2-ാം വാർഡിലെയും 600-ൽ പരം കുടുംബങ്ങളെ നേരിട്ടും വരോട് മേഖലയിൽ 4000-ഓളം ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ക്വാറി പ്രവർത്തനമാണ് അനങ്ങൻമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭ 1-ാം വാർഡിലെ ക്വാറി അനങ്ങൻമലയിൽ സെമി ഹസാർഡ് സോണായി പ്രഖ്യാപിച്ച സ്ഥലത്ത് നിന്ന് 15 മീറ്റർ അകലെയാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ 4.75 ഹെക്ടർ സ്ഥലത്താണ് ക്വാറിയുടെ പ്രവർത്തനം. അടുത്ത ദിവസം തന്നെ കൗൺസിൽ തീരുമാനം സർക്കാരിനെ അറിയിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി പറഞ്ഞു. ക്വാറി പ്രവർത്തനത്തിനെതിരെ ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വൈസ് ചെയർമാൻ K. രാജേഷ് അറിയിച്ചു. നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനം അനധികൃതമായോ ജനങ്ങളുടെ ആശങ്കയുള്ളതോ ജനങ്ങൾക്ക് ഭീഷണിയുള്ളതോ ആയിട്ടുള്ള
നടത്തരുത് എന്ന് ഏകകണ്ഠമായി എടുത്ത കൗൺസിലാണ് ഈ കൗൺസിൽ. അതിപ്പോഴും ആ നിലപാടിൽ നിൽക്കാം. പക്ഷേ ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. ആ ലൈസൻസ് കൊടുത്തതിനെതിരെയാണ്, നഗരസഭാ സെക്രട്ടറി കൊടുത്ത ലൈസൻസ് കൊടുത്തതിനെതിരെയാണ് ഇവിടെ കൗൺസിൽ പ്രമേയം പാസാക്കിയത്. ആ പ്രമേയം ഗവൺമെന്റ് അംഗീകരിച്ചില്ല. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞു നമുക്ക് അപ്പീൽ കൊടുക്കുക. എങ്ങനെ കൊടുക്കും സാർ? ഇതിന്റെ അനുമതി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ എത്ര ഉണ്ട്? ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. കഴിഞ്ഞ രാത്രി റെയിൽവേ ഓവർബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡിലായിരുന്നു അപകടം. ലോറിയെ മറികടക്കുന്നതിനിടയിൽ ബസിന്റെ പിൻഭാഗം ലോറിയുടെ മുന്നിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി അപ്രോച്ച് റോഡിന്റെ ഇടതുവശത്തുള്ള മലയിലെ പാറയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി കൈകോർത്ത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ കൈമാറി. 5 ലക്ഷം രൂപയുടെ ചെക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീനയിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഏറ്റുവാങ്ങി. വളരെ വേഗം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിയെ മന്ത്രി അഭിനന്ദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് അംഗങ്ങളായ PV പ്രിയ, ഷെറീന, K ബാലകൃഷ്ണൻ, ശ്രീലത, GEO പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുളപ്പുള്ളി ന്യൂ പവേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് ആവശ്യ സാധനങ്ങളുമായുള്ള ലോറി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയോടെ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി അവശ്യ സാധനങ്ങൾ സ്കൂളിൽ പ്രവർത്തിച്ചുവരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ക്ലബ് അംഗങ്ങൾ കൈമാറി. കുളപ്പുള്ളിയിലെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയാണ് ന്യൂ പവേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ്. സേവ് വയനാട് എന്ന ആശയത്തോടെയാണ് ക്ലബ്ബ് ഇത്തരം ക്യാമ്പയിന് ആരംഭം കുറിച്ചത്. അവശ്യവസ്തുക്കൾ ദുരന്തബാധിത മേഖലയിലെ ക്യാമ്പുകളിൽ നേരിട്ടെത്തിക്കുക എന്നതായിരുന്നു ക്ലബിന്റെ ലക്ഷ്യം. ഇതിനായി കാർമൽ സ്കൂളിന് സമീപം ഒരു കളക്ഷൻ സെന്ററും ആരംഭിച്ചിരുന്നു. ഷൊർണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സുമനസ്സുകളുടെ സഹായത്തോടെ പരമാവധി അവശ്യ സാധനങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസികളും കാര്യമായി സംഭാവന നൽകി. 4 ദിവസം കൊണ്ട് ഒരു ലോറി നിറച്ച് അവശ്യ സാധനങ്ങളാണ് ക്ലബ് അംഗങ്ങൾ ശേഖരിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. JCI കുളപ്പുള്ളി ചാപ്റ്ററും ഷൊർണൂർ അക്കൗണ്ട്സ് സോണും മാധ്യമപ്രവർത്തകർക്ക് കുടകൾ നൽകി. രാവിലെ ഷൊർണൂരിൽ വെച്ചായിരുന്നു കുട വിതരണം. JCI കുളപ്പുള്ളി ചാപ്റ്ററും ഷൊർണൂർ അക്കൗണ്ട്സ് സോണും ചേർന്ന് ഷൊർണൂരിലെ മാധ്യമപ്രവർത്തകർക്കാണ് കുടകൾ വിതരണം ചെയ്തത്. മാധ്യമപ്രവർത്തകരായ V അനൂപ്, നന്ദകുമാർ വാണിയംകുളം, M മണികണ്ഠൻ, K നിതീഷ്, ഹരികൃഷ്ണൻ എന്നിവർ കുടകൾ ഏറ്റുവാങ്ങി. JCI കുളപ്പുള്ളി ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം, അഷ്മിൽ, അക്കൗണ്ട്സ് സോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ഷഹീം, ഡയറക്ടർ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ, അതിൽ സംശയമില്ല. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നത് ഈ വർഷക്കാലത്ത് ഈ മഴക്കാലത്ത് ഇവർക്ക് വേണ്ട, ഇവരുടെ ഈ പോരാട്ടത്തിൽ ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കൊടയായിട്ട് ഞങ്ങളിവിടെ ഇവരെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ചെറുതുരുത്തിയിലുള്ള എല്ലാ പ്രസ് മെമ്പേഴ്സിനും ഞങ്ങൾ 1ഉം 2ഉം ഘട്ടങ്ങളായി കൊട വിതരണം നൽകി. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഷൊർണൂരുള്ള എല്ലാ പ്രസ് മെമ്പേഴ്സിനും നമ്മൾ ഈ കൊട നൽകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലയിൽ പൂത്ത കാവ്യ സംഗീതങ്ങൾ ഓഡിയോ റിലീസ് ഓഗസ്റ്റ് 10 നടക്കും. വൈകിട്ട് 4 കൊട്ടാരം റെസിഡൻസി ഓഡിറ്റോറിയത്തിലായിരിക്കും ഒറ്റപ്പാലത്തിന്റെ ചരിത്ര ഡോക്യുമെന്ററി ആൽബത്തിന്റെ ഓഡിയോ റിലീസ് നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലത്തിന്റെ ഉദ്ഭവകാല ചരിത്രമാണ് ഒറ്റപ്പാലയിൽ പൂത്ത കാവ്യസംഗീതങ്ങൾ എന്ന ഡോക്യുമെന്ററി ആൽബഗാനത്തിലുള്ളത്. ജാഫർജിയാണ് രചന. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരന്റേതാണ് സംഗീതം. പിന്നണി ഗായകൻ വിജേഷ് ഗോപാലും വാണി നേത്തിയാരുമാണ് ഗാനാലാപനം നിർവഹിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം ഫിലിം അക്കാദമിയാണ് നിർമ്മാണം. പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്ന്
ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലം ചരിത്രം ഓഡിയോ സോങ് കെ പ്രേംകുമാർ MLA, കവി PT നരേന്ദ്രമേനോൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്യും. അതിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കുന്നത് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാറാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് BK ശ്രീകണ്ഠനാണ്. ഈ ഒറ്റപ്പാലം ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതുപോലെ തന്നെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ സാംസ്കാരിക കലാരംഗത്തെ, സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക പ്രതിഭകളൊക്കെ തന്നെ ഉള്ള ഒരു ഒറ്റപ്പാലത്തിൻ്റെ ചരിത്രത്തിൽ അവരെയൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് നമ്മൾ ഈ CD പ്രകാശനം ചെയ്യുന്നത്. അവരാണ് ഏറ്റുവാങ്ങുന്നത്. ഇത് CD കൊടുക്കുന്നത് സ്റ്റീഫൻ ദേവസിയും അതുപോലെ തന്നെ PT നരേന്ദ്രനുമാണ്. അത് ഏറ്റുവാങ്ങുന്നത് മുൻ MLAയും MP-മാരും അതുപോലെ തന്നെ സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ. സംഘാടക സമിതി ചെയർമാൻ R. മധുസൂദനൻ, കൺവീനർ TP പ്രദീപ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ PK ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ മാനേജറും അസിസ്റ്റന്റ് മാനേജറും അറസ്റ്റിൽ. പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശി ഹരീഷ്, വിളത്തൂർ സ്വദേശി രജീഷ് എന്നിവർ. ഇരുവരും ചേർന്ന് നടത്തിയത് 77 ലക്ഷം രൂപയുടെ തട്ടിപ്പെന്ന് പോലീസ്. കരാർ നിയമനങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഭരണത്തിലേറിയവർ പിൻവാതിൽ നിയമനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി തമ്പി കണ്ണാടൻ. പാലക്കാട് KMNCC-EC ജില്ലാ സമ്മേളനം. ശുചീകരണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരാക്കണമെന്ന് സമ്മേളനം. വനമേഖലയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിന്റെയും മലയിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിലാണ് വരോട് അനങ്ങൻമലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ ക്വാറിയുടെ പ്രവർത്തനത്തിന് വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധന. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.